കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നു. എന്നാൽ വയനാട്ടിൽ കിട്ടിയ സ്വീകരണം ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഈ അനുഭവം ഒരിക്കലും മറക്കാനാവില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. No more than this. ഇതിൽ കൂടുതൽ എനിക്കറിയില്ല. More I will come back and learn after the election. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കൂടുതൽ മലയാളം പഠിക്കാം. I just want to say today is the last day of the campaign. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസമാണ്. I have been campaigning for elections for 35 years. 35 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And I want to tell you that this is the happiest, most beautiful campaign I have ever been part of. നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതാണെന്നാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You have given me too much love. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. Everywhere I have been, to every household, on the streets, every single place I have been, you have received me with love, with affection. You have treated me like a daughter, like a sister, like a mother. And I am really deeply grateful to you for this. ഞാൻ എവിടെ പോകുമ്പോഴും, അത് റോഡ് അരികിലാകട്ടെ, വീട്ടിലാകട്ടെ, നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അമ്മയായി, സഹോദരിയായി, നിങ്ങളുടെ മകളായാണ് നിങ്ങൾ കാണുന്നത്. അതിന് നിങ്ങളോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. Every morning I start very early and I finish late at night, but I never feel tired because of the love you are giving me. എല്ലാ ദിവസവും ഞാൻ വളരെ നേരത്തെ രാവിലെ പ്രചരണം ആരംഭിക്കും. തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി ഒരുപാട് വൈകിയാണ്. പക്ഷേ നിങ്ങൾ തരുന്ന സ്നേഹം കാരണം എനിക്ക് ഒരിക്കൽ പോലും ക്ഷീണം തോന്നിയിട്ടില്ല. So for me, it will be the greatest honor to represent you in Parliament. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. I have travelled across Wayanad constituency. I've been this side, down the lower side, upper side, all sides of the constituency. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, മുകളിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. And I have tried to understand from all of you what your problems are. I have met farmers, banana farmers, rubber farmers, homestay owners, owners of small businesses like the ones I see here, shopkeepers. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർഷകരെ കണ്ടു, വാഴ കൃഷി നടത്തുന്നവരെ കണ്ടു, റബ്ബർ കൃഷി നടത്തുന്നവരെ കണ്ടു, ഹോം സ്റ്റേ നടത്തുന്നവരെ കണ്ടു, അതുപോലെ ഇതുപോലെയുള്ള പല ചെറുകിട കച്ചവടക്കാരെയും ഞാൻ കണ്ടു. I have met young women trying to make a life for themselves, young men educated looking for employment opportunities. സ്വന്തം ജീവനോപാധിയുമായി മുൻപോട്ട് പോകുന്ന ചെറുപ്പക്കാരായ സ്ത്രീകളെ ഞാൻ കണ്ടു, ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ആൺകുട്ടികളെ ഞാൻ കണ്ടു. Young soccer players playing with great motivation. വളരെയധികം ഊർജ്ജത്തോടുകൂടി, പ്രചോദനത്തോടുകൂടി കളിക്കുന്ന ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരെ ഞാൻ കണ്ടു. And every single person I have met has inspired me in some way or other. ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I believe that all of you represent the most beautiful part of our country. നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും മനോഹരമായത് എന്താണോ അതിനെ നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Everything that is beautiful about India is here. ഇന്ത്യയിൽ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്, ഈ പ്രദേശത്തുണ്ട്. Love and brotherhood amongst Hindus, Muslims, Christians. ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഉള്ള സ്നേഹവും സാഹോദര്യവും ഇവിടെ ഈ നാട്ടിലുണ്ട്. The motivation to build, to grow,
to make a new enterprise for yourselves, to make a brighter future for yourselves. നിങ്ങൾക്ക് വളരാനും മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള ഒരു പ്രചോദനം അത് നിങ്ങളിൽ ഇവിടെ ഉണ്ട്. Natural beauty, പ്രകൃതി സൗന്ദര്യം, everything is right here. എല്ലാം ശരിയായതെല്ലാം ഇവിടെയുണ്ട്, ഈ നാട്ടിലുണ്ട്. Now you have given me so much, നിങ്ങൾ and you have stood by my brother Rahul at a time that was most difficult for him. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ എന്റെ സഹോദരൻ രാഹുലിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് കൂടെ നിന്നിട്ടുണ്ട്. And I am his sister, so I know how sad he is to leave Wayanad. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്ക് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ വിഷമമുണ്ടെന്ന് അറിയാം. But I also know that he is happy that I am here instead of him. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് പകരം ഞാൻ ഇന്നിവിടെ ഉള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്നും എനിക്കറിയാം. Because he knows that I know him, and he knows that I understand the deep respect and love he has for you. അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയാം. അതുപോലെ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കും. അദ്ദേഹത്തിന് അറിയാം. And he knows that I will work as hard as he did to fulfill your dreams, your expectations, and to build a better future for you. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ, അതുപോലെ നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകാൻ അദ്ദേഹം എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചു അതുപോലെ കഠിനമായി ഞാൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. You have long-standing problems here, like the night ban, like the man-animal conflict. Deep problems, old problems that we need to work together to find a resolution for. മനുഷ്യ വന്യജീവി സംഘർഷം, രാത്രി യാത്രാ നിരോധനം, അതുപോലെയുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം. അത് പരിഹരിക്കാൻ നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. And if we work hard to strengthen the farmers here and to create opportunities in food processing, packaging for the agricultural produce, and at the same time if we give a big push to tourism, I think you have a bright future ahead of you. ഇവിടുത്തെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ഭക്ഷ്യ സംസ്കരണത്തിലും പാക്കേജിലും ഒക്കെ ഒരുപാട് ശ്രദ്ധ പതിപ്പിച്ച് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തിയാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. So if you give me a chance to repay this love, എനിക്ക് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം തിരിച്ചു നൽകാൻ, മടക്കി നൽകാൻ ഒരു അവസരം നൽകിയാൽ, and to work hard for you, നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, to fight shoulder to shoulder with you for all your problems to be resolved, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോരാടാനുള്ള ഒരു അവസരം നൽകിയാൽ, then Rahul will tell you that I am the best fighter you can get. രാഹുൽ നിങ്ങളോട് പറയും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പോരാളിയാണ് ഞാനെന്ന് രാഹുൽ നിങ്ങളോട് പറയും. And like him, I will not bow, I will not bend, I will not compromise with our ideals, with the ideals of the Constitution and this country. അദ്ദേഹത്തെ പോലെ ഞാൻ ഒരിക്കലും ആരുടെ മുൻപിൽ മുട്ടുമടക്കില്ല, ഞാൻ ഒരിക്കലും കുനിഞ്ഞു കൊടുക്കില്ല. ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. Now I learned one more line in Malayalam. ഞാനിപ്പോ മലയാളത്തിൽ ഒരു വരി കൂടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വേഗം തിരിച്ചു വരും. So I will come back soon and meet you, and I ask my brother to address you.